ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു അങ്ങാടിയിൽ സ്പീക്കർ വെച്ച് ഒരു പ്രോഗ്രാമിനെ അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും മറക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഓർത്തു പോകേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്നലെ നമ്മുടെ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ ദുരന്തമാണ്. വാൽപ്പാറ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറിലുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ പാങ്ങ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരു സ്കൂളിൽ നിന്നൊരു വാനിൽ ഏതാനും അധ്യാപകന്മാരും അതുപോലെ ജീവനക്കാരും ഒരു യാത്ര പോയതാണ്. ആ യാത്രാവാഹനം ചുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ് 9 ആളുകൾ തൽക്ഷണം മരണപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് മലയാള പത്രങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ എത്തിച്ചിട്ടുള്ളത്. ആ വാർത്തകളിലൂടെ കടന്നുപോയവരാണ് നമ്മളൊക്കെ. ഇപ്പോഴും നമ്മുടെ ചാനലുകൾ തുറന്നു നോക്കിയാൽ അതിൻ്റെ ലൈവായി കൊണ്ടുള്ള വിശദീകരണങ്ങളും റിപ്പോർട്ടിങ്ങുകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദുഃഖത്തിൽ ഈ സമ്മേളനം പങ്കുചേരുകയാണ്. അള്ളാഹു അതിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് ശാന്തിയും സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിൽ മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് അവരുടെ പരലോക ജീവിതം അല്ലാഹു ഏറ്റവും നന്നാക്കി തീർക്കുമാറാകട്ടെ എന്നും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആ വാൽപ്പാറയിൽ നടന്ന ദുരന്തം എത്ര മറക്കാൻ ശ്രമിച്ചാലും നമുക്കാർക്കും മറക്കാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകന്മാർക്ക് കുറച്ചുകൂടെ ആ കാര്യം മനസ്സിനെ നോവുന്ന രീതിയിലാണ് കടന്നു വരിക. കാരണം ഒരു സ്കൂളിൽ നിന്ന് ഒരു യാത്ര പോയിട്ട് ആ സ്കൂളിൽ 2-3 അധ്യാപകർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ അനുഭവമല്ല. അത് ആ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഇവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുക കൂടി വേണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലൊരു ചിന്ത വേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാവണം. അഹങ്കാരത്തിൻ്റെയും അതിരുവിട്ട ജീവിതത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മടങ്ങിപ്പോരണമെന്ന ഒരു സന്ദേശം കൂടി ഇതിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാനുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മളൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. എപ്പോഴാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ എവിടെ വെച്ച് മരിക്കുമെന്ന് ഒരാത്മാവിനും അറിയുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വായിക്കുമ്പോൾ അതിൽ സങ്കടപ്പെടുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതിലപ്പുറം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാനായാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, എൻ്റെ കുടുംബമാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ സാഹചര്യം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ അള്ളാഹുവിലേക്ക് വിനയാന്യതരായി മടങ്ങുകയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നിസ്സാരതയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ആർക്കാണ് ഇവരെ സമാധാനിപ്പിക്കാൻ കഴിയുക? ഇന്ന് എല്ലാ റിപ്പോർട്ടർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളെ കാണുമ്പോൾ, ഈ സ്കൂളിലെ കുട്ടികളെ കാണുമ്പോൾ, അവിടെയുള്ള മറ്റ് അധ്യാപകരെ കാണുമ്പോൾ, നാട്ടുകാരെയും കുടുംബങ്ങളെയും കാണുമ്പോൾ എന്തു വാക്ക് പറഞ്ഞിട്ടാണ് അവരെ സമാധാനിപ്പിക്കുക എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതൊരു വസ്തുതയാണ്, അതവർ മനസ്സ് തട്ടി പറയുന്നതാണ്. കാരണം എന്താ പറയുക, സമാധാനിപ്പിക്കാൻ പറ്റുന്ന എന്ത് വാക്കുണ്ട്? എന്നാൽ സങ്കടക്കടലിൽ നീന്തുന്ന ഇതുപോലെയുള്ള ആളുകൾ, കുടുംബങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് സമാധാനത്തിൻ്റെ, നിർഭയത്വത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ കരുത്തുള്ള, കാമ്പുള്ള, കഴിവുള്ള ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ വിശുദ്ധ ഖുർആൻ മാനവരാശിയുടെ മുമ്പിൽ വെക്കുന്ന കാഴ്ചപ്പാട് അതാണ്. എന്താണ് ആ കാഴ്ചപ്പാട്? ജീവിതമെന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനിക്കുന്നതല്ല എന്നതാണ് ആ കാഴ്ചപ്പാട്. യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമാണ്. വല്ലാഖിറതു ഖൈറുൻ വഅബ്ഖാ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും
പരലോക ജീവിതമാകുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ഈ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? ഈ ജീവിതത്തിന് പരീക്ഷണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ പരീക്ഷണാലയമാണ്. ഇവിടെ നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത അതിന് കൃത്യമായ സമയമുണ്ടായിരിക്കുമെന്നതാണ്. പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത അതിന് ചോദ്യപേപ്പർ ഉണ്ടായിരിക്കുമെന്നതാണ്. പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത ആ സമയത്തിനുള്ളിൽ ആ പരീക്ഷ എഴുതിയിരിക്കണമെന്നതാണ്. പരീക്ഷാ ഹാളിന്റെ പ്രത്യേകത അതിനവസാനം ഒരു നീട്ടിയുള്ള ഒരു ബെല്ലുണ്ടായിരിക്കുമെന്നതാണ്. ആ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഉത്തരക്കടലാസുകൾ നമ്മളിൽ നിന്ന് വാങ്ങും. പിന്നെ ആരുടെ ആളായിട്ടും കാര്യമില്ല, നമ്മൾ ആ ഹാളിൽ വിട്ട് പുറത്തിറങ്ങിയേ പറ്റൂ. ഇതുപോലെ ഈ ജീവിതത്തിലേക്ക് നമ്മൾ പിറന്നു വീണപ്പോ, നമുക്ക് കൃത്യമായി നമ്മുടെ സമയമായപ്പോ, നമുക്ക് പ്രായപൂർത്തിയായപ്പോ നമുക്ക് ചോദ്യപേപ്പർ കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യപേപ്പറിന് നമ്മൾ ഉത്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നടത്തുന്ന പരീക്ഷയും ഈ പരീക്ഷയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ അജല്, ഇതിന്റെ സമയപരിധി നമുക്കാർക്കും അറിയില്ല എന്നതാണ്. പരീക്ഷ ഹാളിൽ 3 മണിക്കൂറാണ് പരീക്ഷ എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്ക് 3 മണിക്കൂറുണ്ടോ, 30 ദിവസമുണ്ടോ, 30 വർഷമുണ്ടോ, അല്ലാഹു ആലം നമുക്കാർക്കും അറിയില്ല. അതാണ് വാൽപ്പാറയിൽ നമ്മൾ കണ്ടത്. അവർ തിരിച്ചു വരാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവരുടെ അജൽ അവിടെ വന്നു കഴിഞ്ഞു. അജൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നതാണ്. അങ്ങോട്ട് പോകൂല, ഇങ്ങോട്ടും വരൂല, അവിടെ അവസാനിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ അവസാനിക്കുമ്പോ അവിടെ തീരൂല ജീവിതം. അതുവരെ നമ്മൾ എങ്ങനെ ജീവിച്ചോ ആ ജീവിതത്തിന്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കും, തിന്മയാണ് മനുഷ്യർ ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ നരകത്തിലേക്കും കൊണ്ടുപോകും എന്നതാണ് ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്, അളന്നു തൂക്കിയ വാക്കുകളാണ്. മനുഷ്യരെ, നിങ്ങളെല്ലാവരും മരിക്കുമെന്നല്ല ആ വാചകത്തിന്റെ അർത്ഥം. നിങ്ങളെല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കുമെന്നതാണ്. അതേ മനുഷ്യൻ മരിക്കുമ്പോഴുള്ള ഒരു വേദനയുണ്ട്. ആ വേദന ആസ്വദിച്ചു കൊണ്ടല്ലാതെ ഇവിടെ പറന്നു വീണ ഒരാളും മടങ്ങിപ്പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അതോടുകൂടി അവസാനിക്കുകയല്ല. നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നത് ഖിയാമത്ത് നാളിലായിരിക്കും. അത് ഇവിടെ വെച്ചുകൊണ്ടല്ല, ഇവിടെ വെച്ചുകൊണ്ടല്ല. ആ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ആരകറ്റപ്പെടുകയും ആ സുന്ദരമായ സ്വർഗത്തിൽ ആര് പ്രവേശിക്കപ്പെടുകയും ചെയ്തുവോ ഫഖദ് ഫാസ്, അവരാകുന്നു വിജയികൾ. എന്താണ് ആ വാക്ക് നോക്കൂ നിങ്ങൾ. വിജയം എന്ന് പറഞ്ഞാൽ പരീക്ഷയിലുള്ള വിജയമല്ല യഥാർത്ഥത്തിലുള്ള വിജയം. വിജയമെന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് അങ്ങാടിയിലെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കച്ചവടം ചെയ്ത് ലഭിക്കുന്ന ലാഭമല്ല അതിലുള്ള വിജയം, യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതി കേരളത്തിലെ മുഴുവൻ മനുഷ്യന്മാരും, 18 വയസ്സ് പൂർത്തിയായ മുഴുവൻ മനുഷ്യന്മാരും വോട്ട് ചെയ്ത് പെട്ടിയിലിട്ട ആ ഒരു ഇലക്ഷന്റെ റിസൾട്ട് മെയ് 4-ാം തീയതി എണ്ണുമ്പോൾ ലഭിക്കുന്ന ഭൂരിപക്ഷമാർക്കാണോ ആ ഭൂരിപക്ഷത്തെയല്ല ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത്. മറിച്ച് അന്നത്തെ ദിവസം ഒരുപക്ഷെ എല്ലാ സ്ഥാനാർത്ഥികളും ജീവിച്ചിരിക്കുമെന്ന് ആർക്കുറപ്പ് പറയാൻ കഴിയും? കാരണം എത്രയോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നല്ല വലിയ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച വ്യക്തി തന്നെ സത്യപ്രതിജ്ഞ ചെല്ലാൻ കാത്തിരിക്കാതെ മരണപ്പെട്ടു പോയ രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾ വേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഇതൊന്നുമല്ല ശാശ്വതമായ വിജയമെന്ന് പറയുന്നത്. മറിച്ച് നാളെ പരലോകത്ത് മനുഷ്യന്മാർക്ക് മരണമില്ലാത്ത ഒരു ജീവിതമുണ്ട്. അവിടെ സ്വർഗം കിട്ടുക എന്നതാണ് ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണമാണെങ്കിലും ശരി, വൈകിയുള്ള മരണമാണെങ്കിലും ശരി,
മരണത്തിൻ്റെ മുമ്പിൽ ഒരിക്കലും അവർ പകച്ചു നിൽക്കുകയില്ല. പത്രക്കാർക്കും ചാനലുകാർക്കും പറയാൻ കഴിയാത്ത ഒരു മറുപടിയാണിത്. ഈ മറുപടിയുടെ കരുത്തിൻ്റെ പേരാണ് നിർഭയത്വം എന്ന് പറയുന്നത്. ആ നിർഭയത്വം മാനവരാശിക്ക് വിശുദ്ധ ഖുർആൻ ഓഫർ ചെയ്യുന്നത് വിശുദ്ധമായ തൗഹീദിലൂടെയാണ്. ആ തൗഹീദ് ഉൾക്കൊള്ളുന്നതിലൂടെയാണ് മനുഷ്യൻ നിർഭയനാകുന്നത്. ഒരു കരിമ്പൂച്ച ഈ വാഹനത്തിൻ്റെ മുമ്പിലൂടെ ഓടിയാൽ ഡ്രൈവർമാരുടെ കയ്യും കാലും വിറക്കുന്നത് നമുക്ക് കാണാം. കാരണം എവിടെ നിന്നോ അവർ കേട്ടിട്ടുണ്ട്, ഒരു കരിമ്പൂച്ച ഓടിക്കഴിഞ്ഞാൽ, റോഡിന് കുറുകെ ഓടിക്കഴിഞ്ഞാൽ അന്ന് പിന്നെ വാഹനം ഓടിക്കാൻ കഴിയില്ല, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എന്തെങ്കിലും കുരുത്തക്കേട് സംഭവിക്കും. ചില ആളുകളൊക്കെ യാത്ര അവസാനിപ്പിച്ചെന്ന് പോണില്ല, നാളെ പോകാറിന് തിരിച്ചു വണ്ടി ഷെഡിൽ തന്നെ കൊണ്ടുപോയിടും. അത്ര പേടിയുള്ള ആൾക്കാരുണ്ട്. ഇതെന്താ? വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾക്കാണ് ആ പേടി. എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് പ്രകാരം മനസ്സിലാക്കിയില്ല. ചില ആളുകൾ നിർഭയത്വത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി കയ്യിൽ ഏലസ് കെട്ടാറുണ്ട്. ആ ഏലസെങ്ങാനും ഏതെങ്കിലും ഒന്നിൽ സമയത്ത് അഴിഞ്ഞു പോയാൽ അതോടുകൂടി അവർക്ക് വെപ്രാളം വരികയായി. എൻ്റെ ഏലസ് കാണാനല്ല, അത് അഴിഞ്ഞു പോയി. അതല്ലെങ്കിൽ വല്ല രോഗവും വന്ന് ഡോക്ടർമാര് ഓപ്പറേഷന് വേണ്ടി അത് കത്രിയെടുത്തൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി ചില ആളുകൾക്ക് വറക്കാൻ തുടങ്ങും. കുട്ടികൾക്ക് അത് കെട്ടിക്കൊടുക്കുന്ന ആളുകളുണ്ട്. അത് പോയാൽ എൻ്റെ കുട്ടിൻ്റെ കാര്യം പോയി. അതോടുകൂടി ആകെ ഭയമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകുന്ന ആളുകളുണ്ട്. അല്ലേ? എന്താ വിഷയം? ആ തൗഹീദിന്റെ മർമ്മം അവർക്ക് ലഭിച്ചില്ല എന്നതാണ് പ്രശ്നം. എന്താണ് ആ തൗഹീദിന്റെ മർമ്മം? അഭൗതികമായ മാർഗത്തിലൂടെ നമ്മളെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കോഴിമുട്ടയ്ക്ക് കഴിയില്ല, അതുപോലെ കരിമ്പൂച്ചകൾക്ക് കഴിയില്ല, ഏതെങ്കിലും സിദ്ധന്മാർക്ക് കഴിയില്ല, ത്വരീഖത്തിന്റെ ശൈഖന്മാർക്ക് കഴിയില്ല. മറിച്ച് അത് കഴിയുന്നത് ഈ പ്രപഞ്ചത്തെ അഖിലവും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിന് മാത്രമേ അഭൗതികമായ മാർഗത്തിലൂടെ മനുഷ്യനെ രക്ഷിക്കുവാനും ശിക്ഷിക്കുവാനും കഴിയുകയുള്ളൂവെന്ന ആ വിശ്വാസത്തിനാണ് ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ് എന്ന് പറയുന്നത്. ആ വിശ്വാസം പോയതാണ് ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലേക്ക് പോലും ഈ ഒരു ഭയപ്പാടുകൾ കടന്നു വരാനുള്ള കാരണമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ മണ്ണാർക്കാട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടുമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഈ നിർഭയത്വം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അത് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക തന്നെ വേണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കൃത്യമായി ഓർമ്മിക്കുക, അള്ളാഹു മാത്രമേ എനിക്ക് അഭൗതികമായ മാർഗത്തിലൂടെ എന്നെ രക്ഷിക്കും ശിക്ഷിക്കുകയും ചെയ്യുള്ളൂ. വേറെ ഒരു നൂലിനും കഴിയില്ല, ഒരു കുട്ടിച്ചാത്തനും കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരു സിദ്ധനും കഴിയില്ല, ഒരു മനുഷ്യദൈവത്തിനും കഴിയില്ല, ഒരു ആൾത്താരക്കും കഴിയില്ല, ഒരാൾക്കും തന്നെ അത് കഴിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് വിശ്വസിക്കുന്നതോടുകൂടി അവൻ സ്വതന്ത്രനാവുകയാണ്. ഇനി നമ്മൾ മറ്റു പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളാണെങ്കിലോ, 5 നേരം നമ്മൾ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിന്റെ ലഫ്ളുകൾ എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്താ അതിനർത്ഥം? അല്ലാഹുവാകുന്നു മഹാൻ. നമ്മൾ പ്രഖ്യാപിക്കണം, ആവർത്തിച്ച് പറയാണ്. ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു അല്പസമയം ഇവിടെ ഇരുന്നത് ആ ഒരു മിനാരത്തിൽ നിന്ന് ആ വിളി കേട്ടപ്പോഴാണ്. എന്താ അതിന്റെ അർത്ഥം? അത് നിർഭയത്വത്തിന്റെ വലിയ ഒരു അടയാളമാണത്. ഞാൻ ഇന്ന് രോഗിയാണ്, അതൊരു പ്രശ്നമാണ്. പക്ഷേ എൻ്റെ രോഗത്തെക്കാളും വലിയവൻ പടച്ചതമ്പുരാനാണ്. ഞാൻ ഇന്ന് സാമ്പത്തികമായി കടക്കാരനാണ്. ഇന്ന് ഈ പരിപാടി കഴിഞ്ഞു ചെന്നാൽ നാളെ നേരം വെളുത്താൽ ആ കടം വാങ്ങിയ വ്യക്തി വീട്ടിൽ വരും, ഞാൻ എന്തു ചെയ്യുമെന്ന പ്രശ്നത്തിലാണ് ചില ആളുകളുള്ളത്. പക്ഷെ അവന് നിർഭയത്വമുണ്ട്. അതിനൊക്കെ ആ പ്രശ്നത്തെക്കാളും വലിയവനായാണ് അള്ളാഹു എന്നെ സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, അതിൻ്റെ ഒക്കെ അപ്പുറം ആ പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരുത്തനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അയാൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും അതിന് താഴെയായിരിക്കും. അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഒരു മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഒരിക്കലും അവൻ ആത്മഹത്യ ചെയ്യുകയില്ല. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസമുണ്ടായതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവും കുട്ടികൾക്ക് വിഷം നൽകി ആത്മഹത്യ ചെയ്യുകയില്ല. മറിച്ച് അവർക്കറിയാം, ആത്മഹത്യ ചെയ്താൽ അവസാനിക്കുന്നതല്ല ഈ ജീവിതം. നാളെ പരലോകത്ത്
നമ്മൾ എങ്ങനെ ആത്മഹത്യ ചെയ്തോ അതേപോലെ നരകത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് പഠിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ കഴിയുക? മലയിൽ നിന്ന് ചാടിക്കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അവൻ നാളെ നരകത്തിൽ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. കമ്പി കൊണ്ട് കുത്തിക്കൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ ആവർത്തിച്ച് കുത്തിക്കൊണ്ടിരിക്കുമെന്നതാണ്. വിഷം കഴിച്ചാണ് ഒരാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ അയാൾ നരകത്തിൽ വിഷം കഴിച്ചുകൊണ്ടേയിരിക്കുമെന്നതാണ്. അവിടെ ജീവിതമല്ല മരണമല്ല. അപ്പൊ ഇവിടെ മരിച്ചാൽ അതല്ല ജീവിതത്തിന്റെ അവസാനം. രണ്ടാമത് നമ്മൾ എഴുന്നേറ്റ് വരും. അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റുക? കാരണം ആത്മഹത്യ ചെയ്താൽ ഇതാണ് ശിക്ഷ വരാൻ പോകുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് എല്ലാ നിലക്കുള്ള നിർഭയത്വം പ്രദാനം ചെയ്യുന്നത് ഈ ദീനാണ്, ഈ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എന്നെ സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചമുണ്ടെന്ന് ഒരാളാണ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, വിശ്വസിച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് എങ്ങനെ ഇവനെ തെറ്റ് ചെയ്യാൻ പറ്റുക? ഈ മണ്ണാർക്കാട് അങ്ങാടിയിലുള്ള ഈ കടകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങൾ. ആ കടകളൊക്കെ നിയന്ത്രിച്ചു പോകുന്നതിൻ്റെ മുതലാളിമാർ നിയന്ത്രിച്ചു പോകുന്നത് ഒരു ബോർഡും വേണം. എന്താണ് ആ ബോർഡ്? ഇത് CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നതാണ് ആ ബോർഡ്. അതിൽ കയറി വരുന്ന ആളുകൾ ആ ബോർഡ് കാണുന്നതോടുകൂടി ഞാനിവിടെ അച്ചടക്കത്തിൽ പെരുമാറിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് ഉറപ്പല്ലേ? ഇതിലെ ചീറിപ്പായുന്ന വാഹനങ്ങൾ, ആ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ എന്താ ഗവൺമെൻറ് സംവിധാനം കൊണ്ടുവന്നത്? ക്യാമറകളാണ്. ഇതിൻ്റെ ലളിത യുക്തി എന്താണെന്ന് ചോദിച്ചാൽ, മറ്റൊരാൾ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ബോധം ഒരാൾക്ക് കിട്ടിയാൽ അയാൾ അതോടുകൂടി അച്ചടക്കമുള്ളവനാവും. എന്നാൽ ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്, ഇതിനൊക്കെ പരിമിതിയുണ്ട്. ഇത് റേഞ്ചുള്ളിടത്തും കരണ്ടുള്ളിടത്തും ഒക്കെ ഇത് നടക്കുകയുള്ളൂ. എന്നാൽ ഈ റേഞ്ചും കരണ്ടും ഒന്നുമില്ലെങ്കിലും ബഹിരാകാശത്താണെങ്കിലും നമ്മളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനുണ്ട്, ഒരു പടച്ചോണ്ട്. ആ പടച്ചോന്റെ ശ്രദ്ധയില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും പോകാൻ കഴിയില്ല. ലാ തക്കിൽനി അലാ നഫ്സി തറഫ്ത ഐൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യത്തെ എന്നെ ഏൽപ്പിക്കരുത് പടച്ചോനെ. പടച്ചോൻ തന്നെ നോക്കണം നമ്മളെ കാര്യം, നമുക്ക് നമ്മളെ കാര്യം നോക്കാൻ കഴിയില്ല. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അണുമണിത്തൂക്കം നന്മയാകട്ടെ തിന്മയാകട്ടെ അത് നാളെ പരലോകത്ത് കാണും എന്നാണ്. പടച്ചോൻ അത് നിരീക്ഷിക്കുകയും ചെയ്യും. നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്ത ആൾക്കാരെ രേഖപ്പെടുത്തുകയും ചെയ്യും. ആ ഗ്രന്ഥം നാളെ പരലോകത്തെ നമ്മളെ കയ്യിൽ തരും. ഇത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഭാര്യയോട് മോശമായി പെരുമാറാൻ കഴിയുക? എങ്ങനെയാണ് വിദേശത്തുള്ള ഭർത്താവ് വിദേശത്താണ് എന്ന കാരണം കൊണ്ട് ഒരു ഭാര്യയ്ക്ക് മറ്റൊരാളെ തൻ്റെ വിരിപ്പിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് തൻ്റെ ചാരിത്ര വിശുദ്ധി അവൻ്റെ മുമ്പിൽ തുറന്നു വെക്കാൻ കഴിയും? കാരണം എൻ്റെ ഭർത്താവ് കണ്ടില്ലെങ്കിലും ഇത് കാണുന്നൊരു പടച്ചോണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സഹോദരിക്ക് എങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയും? എങ്ങനെ അയൽവാസിയെ ദ്രോഹിക്കാൻ കഴിയും? എങ്ങനെ ഈ സമൂഹത്തിൽ തെറ്റായ രീതിയിൽ ഇടപെടാൻ കഴിയും? ഒരിക്കലും ഈ വിശ്വാസമുള്ള ഒരാൾ അഴിമതിക്കാരനാവില്ല. അവൻ ചൂഷണം ചെയ്യുന്നവനാകില്ല. അവൻ അളവിലും തൂക്കത്തിലും ഒരിക്കലും കൃത്രിമത്വം വരുത്തില്ല. ഒരിക്കലും തന്നെ അത്തരം ആളുകൾ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ വന്നാൽ അവരൊരിക്കലും സ്വജനപക്ഷപാതിത്വം കാണിക്കില്ല. അവർ വർഗീയത കൊണ്ട് അമ്മാനമാടില്ല. അവർ വിദ്വേഷം വിതക്കില്ല. ആൾക്കൂട്ടങ്ങൾ കൂടി നിൽക്കുന്നിടക്ക് ചാവേറായി അവർ പൊട്ടിത്തെറിക്കില്ല. അവരൊരിക്കലും വ്യഭിചാരിയാകില്ല. പലിശക്കണിയിൽ തലവെക്കില്ല. അവരൊരിക്കലും തന്നെ രാജ്യത്തിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളിൽ അവർ അഭിരമിക്കില്ല. കാരണം അവർക്കൊരു വിശ്വാസമുണ്ട്. ഈ ലോകത്തുനിന്ന് ഏത് കോടതി എന്നെ വെറുതെ വിട്ടാലും, എത്ര രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാലും, നാളെ പരലോകത്ത് ഞാൻ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന് വിശ്വസിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇതുപോലെയുള്ള ധർമ്മങ്ങൾ ചെയ്യാൻ കഴിയാം? അപ്പൊ സുഹൃത്തുക്കളെ, സമ്പൂർണ്ണ നിർഭയത്വം നമുക്ക് ലഭിക്കുന്നത് ഈ തൗഹീദിലൂടെ, ഈ മതപരമായ ആത്മീയമായ വിശ്വാസത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. നമ്മളൊരിക്കലും തന്നെ മതത്തിൽ അതിരുകവിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാം എന്ന് പറയുന്നത് തീവ്രതക്കും ജീർണതക്കും മധ്യേയുള്ള ഒരു മതമാണ്. അത് തീവ്രതയിലേക്കും പോകില്ല, ജീർണതയിലേക്കും ഒരിക്കലും പോകില്ല.
ഇയ്യാകും വൽ ഉലുവ ഫിദ്ദീൻ, നിങ്ങൾ മതത്തിൽ ഒരിക്കലും തന്നെ അതിര് വിട്ടു പോകരുത്. കാരണം ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലുകും ഉലുവ ഫിദ്ദീൻ, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോയിരിക്കുന്നത് മതത്തിൽ അതിര് കവിഞ്ഞതുകൊണ്ടാണ് എന്നാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനെ ആര് ഒഴിവാക്കിയോ, അതിനെ വെറുത്തുവോ, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കുക, മതം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ചെയ്യുന്നതല്ല മതം, മറിച്ച് ഖുർആനിലും സുന്നത്തിലും എന്ത് പഠിപ്പിച്ചോ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കലാണ്. ഒരാള് പുലർച്ചെ എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോയി സുബൈ ജമാഅത്തിന് എത്തിയപ്പോൾ അയാൾക്ക് ഭയങ്കര ആവേശം. അയാൾ പറഞ്ഞു, ഞാൻ നല്ല ഉന്മേഷത്തിലാണ് വന്നിട്ടുള്ളത്, പക്ഷേ ഇവിടെ സുബൈ 2 റക്അത്തേ ഉള്ളൂ, എനിക്ക് അതൊന്നും നിസ്കരിച്ചാൽ പോരാ, എനിക്ക് കൂടുതൽ കൂലി കിട്ടണം, കൂടുതൽ ഫാത്തിഹ സൂറത്ത് ഓതണം, കൂടുതൽ സുജൂദ് കിട്ടണം, കൂടുതൽ റുക്കൂഴ് കിട്ടണം. എന്താ ന്യായം? റുക്കൂഴ് നല്ലതല്ലേ, സുജൂദ് നല്ലതല്ലേ, ഫാത്തിഹ സൂറത്ത് നല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ 4 റക്അത്ത് നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് നല്ലതാണോ അതോ തിന്മയാണോ? ഫാത്തിഹ സൂറത്ത് നല്ലതാണോ? ഒക്കെ നല്ലതാണ്. പക്ഷേ സുബൈ നമസ്കാരം 2 റക്അത്തിന് പകരം 4 റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ അതിന് ബിദ്അത്ത് എന്ന് പറയും, മതത്തിൽ കൂട്ടിച്ചേർത്തത് എന്ന് പറയും. ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണം, എന്ത്? ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കണം. കുല്ലു ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, എല്ലാ വഴികേടും അവസാനം നരകത്തിലേക്കാണ്. എന്ത് മനസ്സിലായി? സുബൈക്ക് പള്ളിയിൽ വന്ന് നിസ്കരിച്ചുകാണ്ട് നരകത്തേക്ക് പോവുക. കള്ള് കുടിച്ചിട്ടല്ല, വ്യഭിചരിച്ചിട്ടല്ല, മോഷണം നടത്തിയിട്ടല്ല, അന്യൻ്റെത് പിടിച്ചു പറിച്ചിട്ടല്ല, മറിച്ച് ഇബാദത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കാത്തത് കൂട്ടിച്ചേർത്തത് കാരണത്താൽ. എന്ത് മനസ്സിലായി? ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ കൂട്ടാൻ പറ്റുന്നതല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറക്കാൻ പറ്റുന്നതല്ല. മതമെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നതിനാണ് മതമെന്ന് പറയുക. ഖുദൂ അന്നീ മനാസിക്കക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പകർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ഞാൻ എങ്ങനെ നമസ്കരിച്ചോ അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം. അപ്പൊ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ബദരീങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഉഹ്ദീങ്ങളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മൺമറഞ്ഞു പോയവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, CM മടവരിനോടിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. എന്തിയ കാര്യം? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് നമ്മൾ 5 നേരം അള്ളാഹിനോട് പറയുന്നത്. അപ്പൊ പിന്നെ ഇവരോടൊന്നും പറയാൻ പാടില്ല. അപ്പൊ അത് കേൾക്കുമ്പോൾ ചിലർ വിചാരിക്കും, എന്താ അവരൊക്കെ മഹാന്മാരല്ലേ? സുഹൃത്തുക്കളെ, മഹാന്മാരായാൽ അവരോട് അള്ളാഹിനോട് ചോദിക്കണത് അവരോട് ചോദിക്കണം അവരാരും പറഞ്ഞിരിക്കണോ? ഇപ്പൊ എന്താ, എവിടെ എത്തി? CM മടവൂരാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞു. അത് മാത്രല്ല, പിന്നെ പറഞ്ഞതെന്താ? അയാൾ തന്നെയാണ് ഞങ്ങളെ പടച്ചോന്. ഒരു പാട്ടിറക്കി, അതിനൊക്കെ ഭയങ്കര വിമർശനം വന്നു. വീണ്ടും അതേ ആൾക്കാർ ഞങ്ങളെ വിശ്വാസം അത് തന്നെയാണെന്ന് വീണ്ടും പാടി. ഇന്ന് ആ പാട്ട് ഇവിടെ യൂട്യൂബിൽ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. എന്താണ് നമ്മുടെ ഇരു സമസ്തകളിലെയും നേതാക്കന്മാർക്ക്, പണ്ഡിതന്മാരെന്ന് പറയുന്നവർക്ക് ഇതിനെ അടിസ്ഥാനപരമായി വിമർശിക്കാൻ കഴിയാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കണം. കഴിയില്ല. കാരണം എന്താണ്? 2 കൂട്ടരുടെയും ന്യായം ഒന്നാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുന്ന സാധാരണ ആളുകൾ എന്തൊരു ന്യായമാണോ പറയുന്നത്, ആ ന്യായത്തിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവായ ഒരവസ്ഥയാണ് CM മടവൂർ തന്നെയാണ് ഞങ്ങളെ പടച്ചോ എന്ന് പറയുന്നവർക്ക് ന്യായം. എന്താ ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ആളെ വിശ്വാസം എന്താ? ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, എന്താ മൗലവി നിങ്ങൾ വിവരമില്ലാതെ പറയുന്നു, ഞങ്ങൾ ബദരീങ്ങൾ പടച്ചോനാന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവരെ വിളിക്കുന്നത് എന്നല്ലേ പല ആൾക്കാരെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ എന്താ പറയാ, അത് അള്ളാഹ് കൊടുത്തൊരു കഴിവാണ്, ആ കൊടുത്ത കഴിവെന്നേ ഞങ്ങൾ ചോദിക്കണുള്ളൂ, അത് അവരെ അള്ളയാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെ പണ്ട് പറഞ്ഞത്, ഇപ്പം അള്ളയെന്ന് തന്നെ പറഞ്ഞു, അത് വേറെ വിഷയം. പക്ഷെ അള്ളയാണ്, ഞങ്ങളെ പടച്ചോനാണ് എന്ന് പറയണവർക്കുള്ള പിന്നെ ന്യായം എന്താണെന്നറിയോ? അള്ള കൊടുത്ത കഴിവാണ്, അതിൻ്റെ ന്യായം. അവർ മറുപടി പറഞ്ഞത് അതാണ്.
അത് CM മടവൂരിനെ ഒരാൾ പടച്ചോന്റെ കഴിവൊക്കെ CM മടവൂരിന് കൊടുക്കാൻ പടച്ചോനറിയില്ലേ, കയ്യില് പടച്ചോൻ വിചാരിച്ചാൽ നടക്കൂലേ? അപ്പൊ കുറച്ചു കാലം പടച്ചും പിന്നെ CM മടവൂര് പടച്ചോനായിക്കോട്ടെ നല്ല തീരുമാനിച്ചാൽ എന്താ കുഴപ്പം? ഇതാ ന്യായേ. അപ്പൊ ന്യായം പറയുമ്പോൾ നല്ലോണം നോക്കണം. നമ്മളൊരു ചെറിയ വാതിൽ തുറന്നു കൊടുത്താൽ പൂച്ചക്ക് തുറന്നു കൊടുത്തതായിരിക്കും, പക്ഷെ അതിലെ തന്നെ മൂർഖൻ പാമ്പും വരിക, ആ വഴിക്ക് തന്നെ മൂർഖൻ പാമ്പും വരിക. മനസ്സിലായോ? അപ്പൊ മൊയ്യദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കാനും ബദരീങ്ങളോട് പ്രാർത്ഥിക്കാനും വേണ്ടി നമ്മൾ കൊടുത്ത ന്യായമാണെന്ത്? കൊടുത്ത കഴിവ് എന്നുള്ള ന്യായം. അപ്പൊ ഒരു കല്ലിനെ നാട്ടി നിർത്തിയിട്ട് ആ കല്ലിൻ്റെ അടുത്ത് പോയി ഒരു തൊപ്പിയൊക്കെ ഇട്ടുങ്ങാണ്ട് ആ കല്ലിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, എന്താണ് ഇതിനോട് പ്രാർത്ഥിക്കുന്നത്? ഇസ്ലാമിക ശരിയല്ലല്ലോ, അള്ളാഹിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓൻ്റെ മറുപടി എന്താ? ഈ കല്ലിന് പടച്ചോന് കൈ കൊടുത്തൂടെ? അപ്പം അള്ള കൊടുത്ത കഴിവുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പിന്നെന്താ മറുപടി? അതല്ലേ ഇപ്പം നാട്ടിലിങ്ങ കാണുന്നത്. എവിടേക്കാണ് നമ്മൾ പോകണമെന്ന് ആലോചിച്ച് നോക്കി. അതേ ന്യായം പറഞ്ഞ് അവസാനം എവിടെ എത്തി? CM മടവൂര് ഞങ്ങളെ പടച്ചോനാണെന്ന് പാടുന്നിടത്തേക്ക് വരെ എത്തി. അത് തിരുത്താൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഇവിടെയുള്ള ഇരു സമസ്തകളിലെയും പണ്ഡിതന്മാരും അവരുടെ അണികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് അഹ്ലുസുന്ന ആദർശ പ്രയാണം ഒരു കൊടുങ്കാറ്റായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് അവരുടെ ശിർക്കിന്റെ ആ കൊത്തളങ്ങളെ കൃത്യമായി അതിന് വിള്ളൽ ചേർത്തുകൊണ്ട് ഈ തൗഹീദിന്റെ വെളിച്ചവുമായി കേരളത്തിലൂടെ നമ്മൾ ഈ പ്രയാണവുമായി കടന്നു പോകുന്നത് ആ സത്യമാളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. കാരണം എന്താ അറിയോ? ഈ ശിർക്ക് ജീവിതത്തിൽ വന്നാൽ മുഴുവൻ കർമ്മങ്ങളും പൊളിഞ്ഞു പോയി. പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് പറയാണ്, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനം മുഴുവൻ പൊളിഞ്ഞു പോകും. പിന്നെ നമ്മളെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ എല്ലാവരും ഇവിടെ കേൾക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ഒരിക്കലും ശിർക്ക് വരാൻ പാടില്ല സുഹൃത്തുക്കളെ. ശിർക്ക് വന്നാൽ എല്ലാ കർമ്മവും പൊളിഞ്ഞു പോകും. ആ ശിർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ശിർക്കാണെന്ന് പറഞ്ഞ് കുപ്പായം പാൻറ്റിട്ടും കണ്ട് ഒരാൾ വന്ന് സലാം പറയില്ല. അത് നേരത്തെ പറഞ്ഞ പരിപാടിയാണ്. അള്ളാഹിനോട് പറയേണ്ടത് പടപ്പുകളോട് പറഞ്ഞത് ശിർക്കായി. ഞാൻ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോടുണ്ടോ? നിങ്ങളൊന്ന് പോയിട്ട് മറിച്ചു നോക്കി. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ സംഘാടകരെ ഏൽപ്പിക്കണം. അല്ലാത്തവരോടൊരു പ്രാർത്ഥന ഖുർആനിലുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന ഹദീസിലുണ്ടെങ്കിൽ, പ്രവാചകന്മാർ അഖിലവും പ്രാർത്ഥിച്ചത് പ്രയാസപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ച അള്ളാഹിനോടല്ലാതെ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും പ്രവാചകനോട് പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ പറ്റുമോ? അത്രക്ക് ബോൾഡായ ഒരു വിഷയമല്ല സുഹൃത്തുക്കളെ ഈ തൗഹീദ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് എന്ത് ഇവിടെ അമ്മാനാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യന്മാരുടെ ഈമാനം കൊണ്ടാണ് നമ്മൾ അമ്മാനമാടുന്നത്. അതിന് നമുക്ക് സമ്മതിക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആര് വെറുത്താലും ശരി, നമ്മൾ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് എന്ന് ആര് പറഞ്ഞാലും ശരി, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ? ഇത് സ്നേഹം കൊണ്ട് പറയാണ്. ഒരു കുട്ടിക്ക് കഷായം കൊടുക്കുന്ന ഒരു ഉമ്മാന്റെ മാനസികാവസ്ഥ എന്താ? കഷായം കൊടുക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ വലിയ ആവേശത്തോടു കൂടി വന്ന് വാങ്ങി കുടിക്കൊന്നുമില്ല. അവൻ കരയും, അവൻ പെടയും, അവൻ ഓടും അല്ലേ? സ്പൂണ് കാണുമ്പോഴേക്ക് ഓടും. സ്നേഹമുള്ള ഉമ്മയാണെങ്കിൽ എന്താ കാട്ടുക? അവനോട് ഓടിക്കോട്ടെ, പോയിക്കോട്ടെ, ഇറങ്ങാണ്ട് വിടുക അല്ല അല്ലേ? അവനെ പിടിച്ച് നിർത്തി രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് ആ വായിലേക്ക് എന്ത് ചെയ്യും? ആ സ്പൂണാണ് തിരികെ വെച്ച് അതാണ് അകത്തേക്ക് ആക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാകുക അതാ കുടിച്ചത് കഷായേന്നു മരുന്നേന്നു, ഇപ്പം എൻ്റെ പനി വിട്ടു എന്ന് അപ്പോഴാ കുട്ടിക്ക് മനസ്സിലാകുക. സുഹൃത്തുക്കളെ, അങ്ങനെ കോരിത്തരാനൊന്നും നമ്മളെ രാജ്യത്ത് നിർബന്ധിക്കാനുള്ളൊരു സാഹചര്യമല്ല. ഇസ്ലാമും നിർബന്ധിക്കണില്ല, മതം. പക്ഷെ അത് പറഞ്ഞു കൊടുക്കല് നമ്മളെ ബാധ്യതയാണ്. അതൊരാൾ വിമർശിച്ചു, ഒരാൾ നമ്മളെ നിങ്ങളെന്താ ഈ മുജാഹിദീങ്ങളെ പറ്റിയുള്ള ഏറ്റവും വലിയൊരു കംപ്ലൈൻ്റ് ആണ്. അവരെവിടെ വന്നാലും അവർക്ക് ഇസ്ലാമിൽ എന്തൊക്കെ വിഷയം പറയാണ്ട് അവർ തൗഹീദ് എന്ന് പറയും. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയും. വേറെന്തൊക്കെ വിഷയം പറയാണ്ട് എന്നുള്ളതാണ്. അവിടെ തന്നെയാണ് നമുക്ക് തിരിച്ചു പറയാനുള്ളത്. എന്ത്? ഇവിടെ വേറെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും ആ വിഷയങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ ഇത് പറയാൻ ഈ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ഇത് പറയാനാണ് മുഴുവൻ പ്രവാചകന്മാരും വന്നിട്ടുള്ളത്. ഇതാണ് അവർ പ്രഥമവും പ്രധാനവുമായി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അവർ തുടങ്ങിയിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ 13 വർഷം ഇതിൽ ഊന്നിക്കൊണ്ടായിരുന്നു പ്രവാചകന്റെ പ്രബോധനം ഉണ്ടായിരുന്നത്, അല്ലേ? നമസ്കാരവും നോമ്പും
മറ്റു ഹറാം ഹലാലുകളുമെല്ലാം പഠിപ്പിച്ചത് മദീനത്ത് വന്ന ശേഷമായിരുന്നു. ഇസ്ലാമിക പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് ആദ്യമായി വിശ്വാസത്തിൽ മായം കലരാതിരിക്കുക എന്നതാണ്. കള്ള് ഹറാമാക്കിയത് പിന്നീടാണ്. ആദ്യം കൊടുത്തത് ഈ തൗഹീദാണ്, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, പരലോകത്തെ കുറിച്ചുള്ള സ്മരണയാണ്. ആയിഷാ ബീവി പറഞ്ഞല്ലോ, ആദ്യം പ്രവാചകൻ വന്നിട്ട് നിങ്ങൾ വ്യഭിചരിക്കരുത്, കള്ളുടിക്കരുത്, മോഷ്ടിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരും കേൾക്കൂലായിരുന്നു. ആദ്യം പടച്ചോനാണ് പഠിപ്പിച്ചു കൊടുത്തു. അത് പഠിപ്പിച്ചു കൊടുത്തപ്പോഴാണ് ജനങ്ങൾക്ക് പിന്നെ അത് പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യമല്ല, ഉടനാണ് കേൾക്കുകയാണ്. കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കള്ള് നിരോധിച്ചു, മദ്യം നിരോധിച്ചു എന്ന് കേട്ടപ്പോ വിരല് വായിലേക്ക് ഇട്ടിട്ട് ഛർദിച്ചു. ആ കുടിച്ചത് ഛർദിച്ചു, ചോദ്യമല്ല. കാരണം എന്താ? ഈ വിശ്വാസം, ഈ ഈമാൻ ശരിക്കും മനസ്സിലേക്ക് കയറിയതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ തൗഹീദിൽ ഊന്നിക്കൊണ്ടാണ്, സുന്നത്തിൽ ഊന്നിക്കൊണ്ടാണ്, ബിദ്അത്തിനെതിരെയാണ്, ശിർക്കിനെതിരെയാണ്. ഇതാണ് ഇതിന്റെ പ്രഥമവും പ്രധാനവുമായ പ്രബോധനം എന്ന് പറയുന്നത്. അതിനാണ് അഹ്ലുസ് സുന്ന ആദർശ പ്രയാണത്തിന് നമ്മൾ ഈ സന്ദർഭത്തിൽ കാഹളം മുഴക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ രണ്ടാമത്തെ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാന്യനായ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ സ്വലാഹിയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇതിന്റെ തുടർച്ചയാണ്. നിങ്ങളത് ആദ്യാവസാനം കേൾക്കണം, വിഷയങ്ങൾ കൃത്യമായി പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇന്ന് ഇസ്ലാമോഫോബിയെ കൊണ്ട് വരിഞ്ഞു മുറുക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയെ നേരിടാൻ രണ്ട് വഴിയാണ്. ഒന്നാമത്തെ വഴി എന്താ അറിയോ? എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുക. അത് ഇസ്ലാമോഫോബിയനെ എതിർക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണ്. കാരണം എന്താ? വേറുള്ളവർ എന്താണോ ഇസ്ലാം എന്ന് ആഗ്രഹിക്കുന്നത് അതേപോലെ അവർ പറയണത് തന്നെയാണ് ഇസ്ലാം എന്ന് സമ്മതിച്ചു കൊടുക്കുക. അത് സമ്മതിച്ചു കൊടുത്താൽ പിന്നെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അവർ പറയണത് നിങ്ങൾ ഈ 5 വക്തൊന്നും നിസ്കരിക്കണ്ട, ഒരു 3 വക്ത് നിസ്കരിച്ചാൽ മതി. ആ ശരി, ഞങ്ങൾ അങ്ങനെ നിസ്കരിച്ചോളാം. നിങ്ങൾ ഈ ബാങ്കൊന്നും പുറത്തേക്ക് കൊടുക്കണ്ട, എന്നാൽ ഞങ്ങൾ ഇനി കൊടുക്കണില്ല. അങ്ങനെ അവരെങ്ങനെ പറയുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊടുക്കുക. അപ്പോൾ ഇസ്ലാമോഫോബിയക്ക് എന്ത് ചെയ്യും? ഒരു പരിഹാരം ഉണ്ടാവും. ആ പരിഹാരമാണോ മുസ്ലിങ്ങൾ ഇവിടെ നിർവഹിക്കേണ്ടത്? ആണോ? അങ്ങനെ ഇസ്ലാമോഫോബിയനെ പ്രതിരോധിക്കാൻ നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ഇസ്ലാമോഫോബിക്കിനെ അഥവാ ഇസ്ലാം പേടിയെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് എങ്ങനെ? ഇസ്ലാമിലുള്ളത് ഉള്ളതുപോലെ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട്, അവരുടെ അജ്ഞത നീക്കിക്കൊണ്ട്, അവരുടെ ബുദ്ധിയോട് സംവദിച്ചുകൊണ്ട് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. അങ്ങനെ നിങ്ങൾ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടുകൂടി, സതുപദേശത്തോടുകൂടി നിങ്ങൾ ആളുകളെ ക്ഷണിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഇസ്ലാം പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? കാര്യങ്ങൾ മനസ്സിലാക്കും, തെറ്റിദ്ധാരണകൾ നീങ്ങും. അതാണ് ഇസ്ലാമോഫോബിയെ ഇല്ലാതെയാകാൻ ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അഥവാ അപ്പോഴാണ് നമുക്ക് നിർഭയത്വം ഉണ്ടാകുക. നമ്മുടെ നിർഭയത്വം നമ്മൾ വിളിച്ചു വരുത്തേണ്ടത് ഇസ്ലാമിനെ അവർക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ടല്ല, മറിച്ച് പ്രമാണങ്ങളിലുള്ളത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടായിരിക്കണം. അതിന് കുറച്ച് പണിയുണ്ട്. ക്ഷമ ആവശ്യമുണ്ട്, സഹനം ആവശ്യമുണ്ട്, പഠനം ആവശ്യമുണ്ട്, ഒരുപാട് അധ്വാനം ആവശ്യമുണ്ട്. ആ അധ്വാനമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. ഇന്ന് ആ രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ? ഇപ്പം നമ്മളെ നാട്ടിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ അർത്ഥം കൃത്യമായി പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇപ്പോൾ വിഷമമുള്ള രീതിയിലാണ്. എന്താ? നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടും. അപ്പോൾ ചില ആൾക്കാർ എന്തിനീ മാത്രം എന്ന് പറയുന്നത്? അതേപോലെ തന്നെ ഇസ്ലാം മാത്രമാണ് മോക്ഷത്തിൻ്റെ മാർഗം, ഇസ്ലാം മാത്രമാണ് പരലോകത്ത് വിജയത്തിൻ്റെ മാർഗം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മാത്രമേ അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങുന്നത്, നിങ്ങൾ എന്തിനാ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നത്? ഇസ്ലാം മാത്രമേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ എന്ന് പറയുന്നത്? ഇവിടെ എല്ലാ മതത്തിലും ശരിയില്ലേ? എല്ലാ ദർശനത്തിനും ശരിയില്ലേ? ആ കൂട്ടത്തിൽ ഇതും ശരിയാന്ന് പറഞ്ഞാൽ പോരെ? ഇതാ ചോദിക്കുന്നത്. അത് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, അങ്ങനെ പറയുന്നതാണത്രേ ഇവിടെ കുഴപ്പങ്ങൾക്ക് കാരണം. അതിൻ്റെത് മാത്രമാണ് ശരി എന്നൊരാൾ പറയുന്നതാണ് ഇവിടെ വിഘടനവാദവും ഭീകരവാദവും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. എവിടേക്കാണ് നമ്മൾ നാട് പോണത്? തിരുത്തണ്ടേ ഇത്? ഇപ്പൊ ചില മുസ്ലിം പേരുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ അതിന് ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശരി തന്നെയാണ്, നമ്മളത് മാത്രം ശരിയെന്ന് പറയണ്ടല്ലോ.
അത് വിവരമില്ലായ്മയാണ്. അത് ജഹാലത്തിന് കയ്യും കാലും മുളച്ചതാണ്. എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? എല്ലാതും ശരിയാണെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? അല്ല. എല്ലാ വിശ്വാസത്തോടും കൂടി ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? ഇല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുതെന്നാണ്. ഇസ്ലാം അല്ലാത്തതിനെ നിങ്ങൾ മതമായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. എത്ര കട്ടായം പറഞ്ഞ മതമാണ്. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവാണ് സാക്ഷാൽ ദൈവമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇതല്ല ഇസ്ലാമിന്റെ വിശ്വാസം. ഞാൻ എന്താ നമ്മൾ ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റില്ല എന്നുണ്ടോ? നമ്മളെ ഭരണഘടന ഇതിന് അനുവാദം തരുന്നില്ലേ? ഭരണഘടന അനുവാദം തരുന്നുണ്ട്. അവരവരുടെ മതം വിശ്വസിക്കാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? അപ്പൊ എപ്പോഴാണ് സമൂഹത്തിൽ കുഴപ്പമുണ്ടാകുക? സമൂഹത്തിൽ കുഴപ്പമുണ്ടാകുക എൻ്റെത് മാത്രം ശരി എന്ന് പറയുമ്പോഴല്ല. എൻ്റെ ശരി മറ്റുള്ളവർ നിർബന്ധമായും സ്വീകരിച്ചിരിക്കണം എന്ന ഫാസിസ്റ്റ് സ്വഭാവം കാണിക്കുമ്പോഴാണ് അത് വിഘടനവാദത്തിന്റെ വഴിയായി മാറുന്നത്, അത് ഭീകരവാദത്തിന്റെ വിത്തായി മാറുന്നത്. അതിന് ഇനി ആരിവിടെ പാർലമെന്റ് ഒരു ബില്ല് പാസ്സാക്കിയാലും ഇസ്ലാം അത് അനുവദിക്കൂല. ഇസ്ലാം അത് അനുവദിക്കൂല. ഇന്ത്യ രാജ്യം അനുവദിക്കണെന്ത്? നിങ്ങളെല്ലാവരും എല്ലാവരും മതത്തിക്കും നിർബന്ധിച്ച ആളെ കൊണ്ടുവന്നോളി എന്ന് പറഞ്ഞാലും ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ആ ഉപദേശം നൽകുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നിർബന്ധിക്കാൻ വകുപ്പില്ല മതത്തില്. അതിന് രാജ്യം അനുവദിച്ചിട്ടും കാര്യമില്ല. അപ്പൊ എന്താ പ്രശ്നം? ഞങ്ങളത് മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുകയും അതിലേക്ക് മറ്റുള്ളവരെ നിർബന്ധപൂർവം കൊണ്ടുവരികയും അല്ലെങ്കിൽ അധികാരത്തിന്റെ ദണ്ഡുപയോഗിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് സ്വച്ഛാധിപത്യം എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് വിഘടനവാദം എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് ഭീകരവാദം എന്ന് പറയുന്നത്. ആ ഭീകരവാദവും ആ വിഘടനവാദവും ഈ രാജ്യത്ത് മുളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് ഞാൻ ഇവിടെ പറയേണ്ടതില്ല. നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ന്യൂസുകൾ കാണുന്ന എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ്. ആളുകളെ തച്ചു കൊല്ലുന്നത് എന്തിന്റെ പേരില? അല്ലേ? ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിലാണ്. ബീഫ് സൂക്ഷിച്ചു എന്നതിന്റെ പേരിലാണ് ഞങ്ങൾ പറയുന്ന ഭക്ഷണമേ ഇവിടെ കഴിക്കാൻ പാടുള്ളൂ എന്ന തിട്ടൂരം. ആ തിട്ടൂരം നൽകുന്ന ആളുകളാണ് എന്ത് പറയുന്നത്? ഞങ്ങളുടെ നാൾ മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആദർശ പ്രയാണം ഇതാ കേരളത്തോട് പ്രഖ്യാപിക്കുന്നു. ഇസ്ലാം മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാൻ ഇസ്ലാം അനുവദിക്കുന്നു, ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നു. പക്ഷെ അത് അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും ഒരാൾക്കും അവകാശമില്ല. അത് മുസ്ലിമീങ്ങൾ ഒരിക്കലും ചെയ്യുകയുമില്ല. ഒരാശയം അടിച്ചേൽപ്പിക്കുമ്പോഴാണ് കുഴപ്പമുണ്ടാകുക. അല്ലാതെ സ്വന്തം ആത്മാർത്ഥമായിട്ട് ഇന്റേതാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് കുഴപ്പമല്ല. ഒരു മാർക്സിസ്റ്റുകാരൻ മാർക്സിസമാണ് ശരി എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം, അപ്പോഴേ അയാൾക്ക് ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ. ഒരു BJP-കാരൻ BJP ആണ് ശരി എന്ന് അയാൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴേ അയാൾക്ക് BJP-യോട് ഒരു ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. ഒരു മുസ്ലിം ലീഗുകാരൻ എന്റെ പാർട്ടിയാണ് ശരി എന്ന് വിശ്വസിക്കുമ്പോഴേ അയാൾക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഒരു കോൺഗ്രസ്സുകാരന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എന്തൊക്കെ ഇവിടെ ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയമല്ല, ഇപ്പോൾ ചെറിയൊരു പ്രസ്താവനന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ എന്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ കാണിക്കാറുണ്ട് അല്ലേ? അപ്പൊ രാഷ്ട്രീയ രംഗത്തൊക്കെ അവനാൻ്റെതാണ് ശരിയെന്നും അല്ലേ, വേറൊരാളൊപ്പം വേദി പങ്കിട്ടതിന്റെ പേരിൽ ഇവിടെ എത്ര പാർട്ടികൾ വളർന്നിട്ടുണ്ട്, എത്ര ആളുകൾക്ക് സീറ്റ് നഷ്ടമായിട്ടുണ്ട് അല്ലേ? ഇന്ത്യക്കാരൻ ഞങ്ങൾ ആദർശം, ഞങ്ങളെ നയം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ നിൽക്കണേ. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ മതത്തിനും വ്യത്യസ്ത ഗ്രന്ഥങ്ങളാണ്, വ്യത്യസ്ത വിശ്വാസങ്ങളാണ്. അപ്പോൾ ആ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ അവനാൻ്റെതാണ് ശരിയെന്ന് വിശ്വസിച്ച് ജീവിക്കാൻ ഇവിടെ പറ്റണം. അത് ഇന്നലെ പറ്റിയിട്ടുണ്ട്, ഇന്ന് പറ്റുന്നുണ്ട്, നാളെയും അതിന് സാധിക്കണം. അതൊന്നും പറഞ്ഞ് ഇവിടെ ആശയക്കുഴപ്പം ആരും ഉണ്ടാക്കണ്ട. ഇവിടെ സൗഹാർദ്ദത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകണം. ആ സൗഹാർദ്ദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവനവൻ്റെ ശരിയിൽ വിശ്വസിക്കുകയും അത് വളരെ സൗഹാർദ്ദത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞു പോവുകയും തൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവനെ എല്ലാ അർത്ഥത്തിലും വിരോധിയായി കാണുക എന്നതല്ല ഇസ്ലാം കാണുന്നത്. നമ്മളിവിടെ എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ പ്രബോധിത വിഭാഗമാണ്. അവരോടെല്ലാവരോടും നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഇപ്പോൾ ഒരു ബൈക്ക് ഇതിലാണ് പോകുമ്പോൾ സ്റ്റാൻഡ് തട്ടാതെ പോകുമ്പോൾ നമ്മൾ എന്ത് കാണും? നമുക്ക് അയാളെ പരിചയമൊന്നുമില്ല, പക്ഷെ നമ്മൾ കൈ കൊട്ടി വിളിക്കും അല്ലേ, ആർത്ത് വിളിക്കും. എന്നിട്ട് പറയും എന്തേ, അയാൾ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കിയാൽ പറയും ആ സ്റ്റാൻഡ് തട്ടി പോകട്ടെ എന്ന് പറയും. നമ്മൾ അയാളെ പേര് നോക്കിയിട്ടാണോ പറഞ്ഞ്? അല്ല, അയാൾ അപ്പുറത്ത് പോയിട്ട് വീണ അവസ്ഥ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ, അത് അയാളുള്ള സ്നേഹമാണ്.
അതേപോലെ സുഹൃത്തുക്കളെ, നമ്മൾ ഏത് വിഭാഗമാകട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആരായാലും പടച്ചോൻ്റെ അടുത്ത് രക്ഷപ്പെടണമെങ്കിൽ ഈ ഏകദൈവ വിശ്വാസം സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ സത്യം നമ്മളെല്ലാവരോടും പറയണം. അത് അവരോടുള്ള സ്നേഹമാണ്. അതിനു വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളതിനോടൊപ്പം സഞ്ചരിക്കണം. നമ്മുടെ മക്കളെ ഈ രംഗത്ത് നമ്മൾ വളർത്തുകയും പഠിപ്പിക്കുകയും വേണം. നേരത്തെ റഷീദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എടത്തനാട്ടുകരയുള്ള അൽ ഹിക്മ അറബിക് കോളേജ് അതിനുവേണ്ടി സജ്ജമായ നല്ലൊരു സ്ഥാപനമാണ്. അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആൺകുട്ടികൾക്ക് മാത്രമാണുള്ളത്. മഅദുല്ലുഗ, അതായത് SSLC പാസ്സായവർക്ക് +2 ഹ്യൂമാനിറ്റീസിനോടൊപ്പം മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള നല്ലൊരു സിലബസാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുല്ലിയ ശരിയ എന്നുള്ള വിഭാഗത്തിലേക്ക് വരുമ്പോൾ +2 പാസ്സായവർക്ക് BA അറബിക്കിനോടൊപ്പം ആഴത്തിലുള്ള മതപഠനത്തിനുള്ള ഒരു പണ്ഡിത കോഴ്സ് എന്ന നിലക്കാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ തീയതി മെയ് 20 വരെയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ ഒക്കെയുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളെ, ചില ആൾക്കാർക്കുണ്ട് ഇതിൽ ധാരണ, എന്ത് അറബിക് കോളേജിലേക്ക് മതം പഠിക്കാൻ വിടുക എന്ന് പറഞ്ഞാൽ അത് മറ്റേതിനൊന്നും വിഷയത്തിനൊന്നും മാർക്ക് കുറഞ്ഞ ആൾക്കാരെയാണ് അങ്ങോട്ട് വിടേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ട്. സമ്പൂർണ്ണ A+ കിട്ടിയ ഒരു കുട്ടിയാണെങ്കിൽ അവൻ എഞ്ചിനീയറിങ്ങിന് പോട്ടെ, അവന് മെഡിസിന് പോട്ടെ, അവൻ എൻട്രൻസിന് പോട്ടെ, എന്നാൽ ഒരു 2 A+, ബാക്കി A, 2-3 B ഇങ്ങനെയൊക്കെ കിട്ടി എന്നാൽ അറബി കോളേജിൽ പോയിക്കോട്ടെ. ഈ ധാരണ നമ്മൾ മാറ്റണം. അതായത് മാർക്ക് കുറഞ്ഞവർക്ക് പഠിക്കാനുള്ള ഒരു സ്ഥലമല്ല അറബി കോളേജിൽ. ഇപ്പോൾ ജാമിയ അൽ ഹിന്ദ അവിടെ വരുന്ന അപ്ലിക്കേഷനിൽ മിക്കവാറും ഫുൾ A+ ഉള്ള കുട്ടികളെ മുഴുവൻ അവിടെ എടുക്കാൻ കഴിയണില്ല. മുഴുവൻ കുട്ടികളെ അവിടെ എടുക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രാദേശികമായി ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല കഴിവുള്ള കുട്ടികളെ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടിനെങ്കിലും നമ്മൾ മതം പഠിക്കാൻ മാറ്റി വെക്കണം. പണ്ഡിതന്മാരുണ്ടാകണം. കാരണം ഇന്നത്തെ നമ്മളെ മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്താ? ഒരാൾക്കൂട്ടമാണ് ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ യൂട്യൂബിൽ വന്നിട്ട് ഇസ്ലാമിനെ പറ്റി വളരെ മോശമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരൊരു വിവരമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം മുസ്ലിം പേരുണ്ടാവും, എന്നിട്ട് അത് കേട്ടുകൊണ്ട് അതിന് കൈയടിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ളത്. എന്താണ് ഹക്ക്, എന്താണ് ബാത്തില്, എന്താണ് സത്യം, എന്താണ് അസത്യം, ഇതൊന്നും വേർതിരിച്ച് അറിയാനുള്ള അറിവില്ലാത്തൊരു സമൂഹമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മഹല്ലിൽ ഈ സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ ദീൻ അറിയുന്ന ഒരു കുട്ടിയെങ്കിലും ഉണ്ടാകണം. വാപ്പ മരണപ്പെട്ട് കിടക്കുമ്പോൾ നിർഭയമായി ആ വാപ്പയെ കുളിപ്പിക്കാൻ, മയ്യത്ത് കുളിപ്പിക്കാൻ ധൈര്യമുള്ള ഒരു കുട്ടി, ആ വാപ്പയുടെ മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാൻ, നിർഭയമായി നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയെങ്കിലും നമുക്കൊരു വിത്തെങ്കിലും നമുക്ക് വേണം. ആ വിത്തില്ല എങ്കിൽ സുഹൃത്തുക്കളെ, വരാൻ പോകുന്ന കാലം അത്യന്തം അപകടകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ലിബറലിസത്തിന്റെയും മതനിരാസത്തിന്റെയും കൊടുങ്കാറ്റ് ആഞ്ഞു വീശുമ്പോൾ മറുഭാഗത്ത് നിന്ന് ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും തിരമാലകളാണ് അലയടിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ ജീവിതമാകുന്ന ഈ ഒരു കപ്പലിനെ പരിക്കില്ലാതെ കരയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ദീർഘദൃഷ്ടിയുള്ള കപ്പിത്താന്മാർ ആവശ്യമാണ്. ആ കപ്പിത്താന്മാരുടെ പേരാണ് മതവിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്, മതപണ്ഡിതന്മാരെന്ന് പറയുന്നത്. അത് ഭൂമിയിൽ മുളച്ചു പൊന്തുകയില്ല. അത് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ, അറബിക് കോളേജുകളിൽ പഠിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. ഈ പ്രോഗ്രാം ആദ്യ അവസാനം ശ്രദ്ധിക്കുക. അള്ളാഹു അതിന് അനുഗ്രഹം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.